പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് വളരെയേറെ ആനന്ദം കിട്ടുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ തന്ന വലിയ സൗഭാഗ്യമാണ് വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. 2 മാസങ്ങളായി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ് എന്ന് നിരന്തരമായി നിസ്കാരവേളകളിലും അല്ലാതെയെല്ലാം നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തതാണ് ആ റമളാനിലേക്ക് ഒന്ന് എത്തിക്കാൻ. ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വിശ്വാസികൾക്ക് വല്ലാത്ത ആനന്ദമാണ്, മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ. കാരണം തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം പൊറുപ്പിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വലിയ മഹത്വമായ രാവുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. വലിയൊരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മനോഹരമായ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള വലിയ സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, മൻ ഫരിഹ ബിദുഖൂലി റമളാൻ. വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ ആർക്കാണ് സന്തോഷമുണ്ടാകുന്നത്, ആർക്കാണ് ആനന്ദമുണ്ടാകുന്നത്? മൻ ഫരിഹ ബിദുഖൂലി റമളാൻ. അൽഹംദുലില്ലാഹ്, റമളാൻ വന്നല്ല. എത്രയോ മാസക്കാലമായ ദുആ ചെയ്യുന്നുണ്ട്. വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് ഒരുപാട് ഞാൻ ദുആ ചെയ്തിരുന്നു. അല്ലാഹ്, ആ റമളാനിലാണ് പടച്ചവനെ ഞാനുള്ളത്. റബ്ബേ, അൽഹംദുലില്ലാഹ്, വല്ലാതെ സന്തോഷമാണ് റമളാൻ വന്നതില്. ആരാണ് റമളാൻ കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാ, ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. റമളാന് കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്നവരാരാണ്? റമളാന് കടന്നു വന്നതിൽ ആനന്ദം കൊള്ളുന്നത് ആരാണ്? ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. നരകവന് ഹറാമാണ് സ്വഹാബ. റമളാൻ വരുമ്പോൾ സന്തോഷിച്ചവരെ, റമളാൻ കടന്നു വന്നപ്പോ വീട് വൃത്തിയാക്കിയവരെ, വീട് ശുചീകരിച്ചവരെ, എല്ലാ കാര്യങ്ങളും റമളാൻ ബഹുമാനിച്ചുകൊണ്ട് ചെയ്തവരെ, ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. റമളാൻ കടന്നു വരുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ നമ്മളെല്ലാവരും വീടുകൾ വൃത്തിയാക്കിയവരോ, റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ആ റമളാനെ ബഹുമാനിച്ചുകൊണ്ട്, ആ റമളാനെ ആദരിച്ചുകൊണ്ട് വീട് വൃത്തിയാക്കിയവരെ, വീടെല്ലാം കഴുകി വൃത്തിയാക്കിയവരെ, നിസ്കാരക്കുപ്പായം കഴുകിയിട്ടു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി മാറ്റിവെച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നത്. ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. നരകം അവർക്ക് ഹറാമാണോ? റമളാന് കടന്നു വന്നതിൽ സന്തോഷിച്ചവരെ, റമളാന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തിയവരെ, റമളാന് വേണ്ടി തയ്യാറായവരെ, വീട് വൃത്തിയാക്കിയവരെ, ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. നിന്റെ ശരീരം നരകത്തിന് ഹറാമാ. കാരണം എന്തെന്നറിയുമോ? നീ റമളാനെ ആദരിച്ചവനോ, നീ റമളാനെ ബഹുമാനിച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമാണോ നിന്റെ ശരീരമുണ്ടല്ലോ, അത് നരകത്തിന് ഹറാമാ. റമളാന് കടന്നു വന്നപ്പോ, റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ വീട് വൃത്തിയാക്കാം. അല്ലാഹുവേ, റമളാൻ വരികയാണ് പടച്ചോനെ, വീടൊക്കെ നല്ല വൃത്തിയാക്കി, നമ്മൾ നനച്ചോളി എന്നൊക്കെയാണ് പറയാ. വീടെല്ലാം വൃത്തിയാക്കി, പൊടികളെല്ലാം തുടച്ചു മാറ്റി, ഡ്രസ്സൊക്കെ കഴുകി വൃത്തിയാക്കി റമളാന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. റമളാൻ എന്ന് വന്നാൽ അൽഹംദുലില്ലാ, ആരാണ് അങ്ങനെ സന്തോഷിക്കുന്നത്? ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. അത്തരക്കാരായ ആളുകളുടെ ശരീരം നരകത്തിന് ഹറാമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് അള്ളാഹു തരുന്ന അവസരമാണ് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമുക്ക് നന്നാവാൻ അള്ളാഹു തരുന്ന അവസരമാണ്. അള്ളാഹു ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധുക്കളായ നമുക്ക് എല്ലാവർക്കും പടച്ചോൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ റമളാൻ എത്രത്തോളം ബഹുമാനിച്ചു, എന്താണ് അവർ റമളാനിൽ ചെയ്തത്, ഇതെല്ലാം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ വേണം. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ മുഅ്തമർ റളിയല്ലാഹു തആല വലിയ സ്വഹാബിയാണ്. മഹാനായ മുഅ്തമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാ, റമളാൻ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എൻ്റെ പിതാവ് ഞങ്ങളോട് പറയുകയാണ്, മക്കളെ എല്ലാവരെയും വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ? നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് എന്നുകൊണ്ട് നിസ്കരിക്കണം മക്കളെ, റമളാന് കടന്നു വന്നിരിക്കുകയാ. നിങ്ങൾ എഴുന്നേക്കണേ, നിങ്ങൾ അലസരാവല്ലേ, നിങ്ങൾ എഴുന്നേറ്റ് എന്നുകൊണ്ട് പടച്ചവന് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ, നിങ്ങൾ നിസ്കരിക്കണേ. ഫലഅല്ലകും ലാ തുദ്രികൂ ബഅദ ഹാമികും ഹാദിഹി. മുഅ്തമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാ, ഞങ്ങളുടെ പിതാവ് റമളാനായ ഞങ്ങളോട് പറയുന്നതാണ്, മക്കളെ നിങ്ങൾ എഴുന്നേറ്റ് എന്നുകൊണ്ട് നിസ്കരിക്കണേ. ഫലഅല്ലകും ലാ തുദ്രികൂ ബഅദ ആമികും ഹാദിഹി. ഇനി ഇതുപോലെ റമളാൻ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല, ഇനി ഇതുപോലെ അല്ലാഹു ഒരു അവസരം തരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളെ, ഖൂമൂ, നിങ്ങൾ എഴുന്നേറ്റ് എന്നുകൊണ്ട് പടച്ചവന് വേണ്ടി ഇബാദത്ത് ചെയ്യണേ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണേ, നിങ്ങൾ അലസരാവല്ലേ, നിങ്ങൾ മടി കാണിക്കല്ല മക്കളെ. മുഅ്തമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഇനി ഇതുപോലെ റമളാൻ കിട്ടുമെന്ന് പറയാൻ കഴിയില്ലോ, അല്ലാഹു തരുന്ന അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് എന്റെ പിതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുമായിരുന്നു എന്ന് മുഅ്തമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാ. അതുകൊണ്ട് എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, അതുകൊണ്ട് എന്നെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പാ, നിങ്ങളെല്ലാവരും റമളാന് വേണ്ടി ഒരുങ്ങിയവരാണോ? നിങ്ങൾ റമളാന് വേണ്ടി തയ്യാറെടുത്തവരാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തയ്യാറാക്കണേ, അവരെ മാറ്റി നിർത്താൻ പാടില്ല, അവരെ നിങ്ങൾ അലസരായി വിട്ടുപോകല്ലേ. ആ മക്കളോട് പറയണം, നിങ്ങള് മോനെ നിസ്കരിക്കണേ, മോളെ നീ നിസ്കരിക്കണേ, റമളാനാണ്, ഈ റമളാൻ നഷ്ടപ്പെടുത്തി കളയല്ലേ. ഇനി ഇതുപോലൊരു അവസരം നിനക്ക് കിട്ടൂലോ, ഇനി ഇതുപോലൊരു അവസരം അല്ലാഹു തരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളെ ചേർത്ത് നിർത്തണേ. എന്നിട്ട് അവരോട് നോമ്പ് പിടിക്കാൻ പറയണം, അവരോട് ഖുർആൻ ഓതാൻ പറയണം, അവരോട് നിസ്കരിക്കാൻ പറയണം, തഹജ്ജുദ് നിസ്കരിക്കാൻ പറയണം. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുണ്ടല്ലോ, പടച്ചവനോട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറയണം, അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ പറയണം, അല്ലാഹുവിനേക്ക് അടുക്കാൻ നിങ്ങൾ പറയാ. നിങ്ങൾ മറന്നു പോകല്ലേ. മുഅ്തമർ റളിയല്ലാഹു തആല പറയാൻ, എൻ്റെ ഉപ്പ റമളാനായാൽ എല്ലാ മക്കളോടും പറയും, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങൾ അലസരായി മാറി നിൽക്കല്ലേ. ഇതുപോലൊരു അവസരം അള്ളാഹു നിങ്ങൾക്ക് നൽകി എന്ന് വരില്ല. അതുകൊണ്ട് ഈ റമളാനെ നിങ്ങൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തണം എന്ന് മുഅ്തമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് റമളാനായാൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. നമ്മുടെ മക്കളെ നമുക്ക് കയറൂരി വിടാൻ പറ്റുമോ? നമ്മളെ മക്കളെ അലസരായി വിടാൻ നമുക്ക് കഴിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബക്കാരെയും, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ മാതാപിതാക്കള്, കൂടപ്പിറപ്പുകള് എല്ലാവരെയും നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കണേ. നരകത്തെ തൊട്ട് അവരെയും നിങ്ങൾ സംരക്ഷിക്കണേ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ കൂടെയുള്ളവര് എല്ലാവരും രക്ഷപ്പെടണം. അള്ളാഹു രക്ഷപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വലിയ അവസരമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്നിട്ടുള്ളത്.
ഈ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമ്മൾ അറിയാം. ഏതൊരു കാര്യം അങ്ങനെയാണ്, നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഈ റമളാൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണ്.